നമ്മൾ ബി ആർ എസിൻ്റെ വെരി ബേസ് ലെവലിലുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത്. നമുക്ക് രണ്ട് സ്ഥാപനങ്ങൾ എടുക്കാം. രണ്ട് സ്ഥാപനം എന്ന് പറയുമ്പോൾ AWH എടുക്കാം. ഇൻ ദ ബുക്സ് ഓഫ് AWH. നമുക്കിത് നമ്മുടെ ബിസിനസ്സാണല്ലോ അല്ലേ, അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ എന്നൊക്കെ വിളിക്കാം. എന്താ അങ്ങനെ പറയുന്നത്? AWHന് ഇൻ ദ ബുക്സ് ഓഫ് SBIയിലെ അതിലെന്തുണ്ട്? ഒരു അക്കൗണ്ട് ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ബാങ്കിൽ എന്തുണ്ട്? ഒരു അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ AWH ആരാണ്? ഒരു അക്കൗണ്ട് ഹോൾഡർ ആണല്ലോ അല്ലേ? റെസ്പോണ്ട് ചെയ്യില്ലേ? ഇവിടെ ആദ്യമായി ബാങ്കിൽ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമൻസ്ഡ് അക്കൗണ്ട് ഇൻ SBI ബാങ്ക്. അതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതാണ് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ഏത് ബാങ്കിലാണ്? SBI ബാങ്ക് ബൈ ഡെപ്പോസിറ്റിംഗ് റുപ്പീസ് 10,000. 10,000 രൂപ ചെലവഴിച്ചിട്ട് എന്ത് ചെയ്യണം? ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങി. എന്തായിരിക്കും AWHൻ്റെ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. എഴുതട്ടെ, ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ SBI ബാങ്ക് എന്ന് എഴുതാം. എപ്പോഴാണ് അങ്ങനെ SBI എന്നൊക്കെ എഴുതേണ്ടി വരിക? ഒന്നിൽ കൂടുതൽ ബാങ്കുകളുള്ളപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ എഴുതേണ്ടി, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ്. അപ്പോൾ തൽക്കാലം നമുക്ക് ബാങ്ക് അക്കൗണ്ട് മതി. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാ? ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഹോൾഡർ ആരുടെ അക്കൗണ്ട് ഉണ്ടാക്കി? ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കി ഇല്ലേ? അതേപോലെ ഇതിന് എമൗണ്ട് പറയുന്നത് 10,000 അല്ലേ? എന്തായിരിക്കും ഇവിടുത്തെ ജേണൽ എൻട്രി? കാണുന്നുണ്ട്? അപ്പോൾ ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ. ഇവിടുത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു AWH. എമൗണ്ട് എത്രയാണ്? 10,000. AWHൻ്റെ മൊബൈൽ, അവിടെ നമ്പർ കൊടുത്ത മൊബൈലിൽ ഇപ്പോൾ നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. എന്താ മെസ്സേജ് വരിക? യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ടിന് എന്താ ചെയ്തിട്ടുള്ളത്? ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ് പറഞ്ഞത്? ഇൻ ദ ബുക്സ് ഓഫ് SBIയുടെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ AWH എന്ന ബിസിനസ്സിന് അവരെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതാണ് മെസ്സേജ് വരുന്നത്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ AWHൻ്റെ അക്കൗണ്ട് ഇവരുണ്ടാക്കുന്നില്ലേ ബാങ്ക്, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാസ്ബുക്ക് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പാസ്ബുക്ക്. അപ്പോൾ പാസ്ബുക്ക് ഇതെങ്ങനെ തന്നെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടോ? ഞാൻ വന്നായിരുന്ന പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ട് ഓഫ് ആരുടെ? ബിസിനസ് ഹോൾഡർ അല്ലേ? അഥവാ നമ്മുടെ ഇതിലേതാ? AWH. പ്രിപ്പയർഡ് ബൈ ആരാ? ബാങ്ക്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അക്കൗണ്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാസ്ബുക്ക്. അപ്പോൾ നമ്മൾ സാധാരണ അക്കൗണ്ട് കാണില്ലേ, ഡെബിറ്റും ക്രെഡിറ്റൊക്കെ വെച്ചിട്ടുള്ള? ഡെബിറ്റ് പർട്ടിക്കുലർ എമൗണ്ട്, ക്രെഡിറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. അതുതന്നെയാണോ ഇവിടുത്തെയും ഫോർമാറ്റ് വരിക? ആണോ? പാസ്ബുക്കിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാസ്ബുക്കിൻ്റെ ഫോർമാറ്റ്? കണ്ടിട്ടുണ്ടോ? പാസ്ബുക്ക് കണ്ടിട്ടില്ല? അതിൽ പല കോമണായിട്ട് ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും, പിന്നെ ഇതുണ്ടാവും, ബാലൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇവിടെ പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. ഇതാണോ സാധാരണ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്? തന്നെ
ഇതന്നെയാണ് ഫോർമാറ്റ്. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് സാധാരണ ഫോർമാറ്റ് ഇങ്ങനെയല്ലേ അല്ലേ? ഡെബിറ്റും പിന്നെ ഇതാ ക്രെഡിറ്റ് റുപ്പീസ്, പർട്ടിക്കുലർ അങ്ങനല്ലേ ഇത് മോളത്തെ തന്നെ. പർട്ടിക്കുലർ 2 എണ്ണം മാറ്റി എന്താക്കി, ഈ 2 എണ്ണം മാറ്റി 1ലേക്ക് എഴുതി. അപ്പോൾ 2ഉം ബൈയൊക്കെ എവിടെ എഴുതും? ഇവിടെ എഴുതും. എമൗണ്ട് എഴുതുന്നത് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ആയിരിക്കും. പാസ്ബുക്ക് ഓൾസോ ആൻ അക്കൗണ്ടാണ് അല്ലേ? പാസ്ബുക്ക് എന്താണ്? അക്കൗണ്ട്. ഈ അക്കൗണ്ട് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെയാണ്? ബാങ്കിലാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്നതിന് മുൻപ് തന്നെ 2ാം ക്ലാസ് 1ാം ക്ലാസ്സൊക്കെ ആവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് ഉമ്മ എന്ത് ചെയ്യും? ഇപ്പോൾ പൈസ അയച്ച് എടുക്കാനൊക്കെ പോകും. അപ്പോഴേ മനസ്സിലുണ്ട് ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടാണോ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന അക്കൗണ്ട്? എങ്ങനെ പറയാമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് പാസ്ബുക്ക് കാണിച്ചെന്ന് ആ അക്കൗണ്ട് തന്നെയാണ് ഈ അക്കൗണ്ട്. ബാങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന അക്കൗണ്ടാണ്. ബാങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എൻ്റെ പേരിൽ ഷാക്കിർ എന്ന പേരിൽ ഒരു അക്കൗണ്ട് ആരും ഓപ്പൺ ചെയ്യും? അത് അക്കൗണ്ട് പറയുമ്പോൾ ലെഡ്ജർ തന്നെയാണ്. ഓക്കെ അല്ലേ? ഈ ജേണൽ എൻട്രി എഴുതി കണ്ടില്ലേ? ക്യാഷ് അക്കൗണ്ട് അപ് ടു AWH. അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച അതേ അക്കൗണ്ട് തന്നെയാണ് എവിടെയുള്ളത്? ബാങ്കിലുള്ളത്. ഓക്കെ, ആ പേരിൽ തന്നെ ആവണം എന്ത്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളൊരു ടേമൊക്കെ ജനറേറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെത്. ഇനി അടുത്ത സാധനം, ഈ ബാങ്കിൻ്റെ സാധനം നമ്മൾ വെക്കുന്നത്, നിങ്ങൾ സബ് ഡിവിഷൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ജലോ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്കൊക്കെ. ഇവിടുത്തെ ഈ ബാങ്ക് എന്ന് ഉദ്ദേശിച്ചത് ബാങ്കിൻ്റെ അക്കൗണ്ടിന് പകരം നമ്മൾ സബ് ഡിവിഷനിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യും. പാസ്ബുക്കിൽ ഏത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. പാസ്ബുക്ക് അല്ല, ഇതാ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ കോളത്തിൽ ഏതുണ്ടാവും? ക്യാഷ് ഉണ്ടാവും, ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ദേശിച്ചെന്നറിയോ? ബാങ്ക് കോളം ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. പുരിഞ്ചതാ? ഓക്കെ അല്ലേ? ക്ലിയർ? കിട്ടിയില്ലെങ്കിൽ പറയാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ച ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ? അതിൽ ക്യാഷും ഉണ്ട്, ബാങ്കും ഇല്ലേ? അതിൽ ബാങ്കോളം മാത്രം ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കഷനിൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? പാസ്ബുക്കും അതുപോലെ ഏതാണ്? ക്യാഷ് ബുക്കും. ആരാ പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ക്യാഷ് ബുക്ക്. അപ്പോൾ ആരും ചോദിക്കരുത് സാറേ ക്യാഷ് ബുക്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. ഇവിടെ ഏതിനെ കുറിച്ചാണ് ഡിസ്കഷൻ? ക്യാഷ് ബുക്കിലെ ഏതിനെ കുറിച്ചാണ് ഡിസ്കഷൻ? ബാങ്ക് കോളത്തെക്കുറിച്ചാണ് ഡിസ്കഷൻ. നമ്മൾ റീകൺസിൽ ചെയ്യുന്നത് ഏതൊക്കെ തമ്മിലാണ്? ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൽ ഏതാണ്, ഏത് കോളമാണെന്ന് സ്പെസിഫിക്കലി പറയണം? ബാങ്ക് കോളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പോട്ടെ. ക്യാഷ് ബുക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം. ഏത് കോളം? ബാങ്ക് കോളവും. പിന്നെ അതുപോലെ ഏതാണ്? പാസ്ബുക്ക്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് എന്ത്? BRS എന്ന് പറയുന്നത്. ആ കമ്പാരിസണിലേക്ക് എത്തിയിട്ടില്ല, ഞാൻ വരാം. ഓക്കെ അല്ലേ? യെസ്. ഇനി വിഡ്രോ ചെയ്യട്ടെ. ക്യാഷിൽ നിന്ന് വിഡ്രോ ചെയ്യാം, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ അടുത്ത ട്രാൻസാക്ഷൻ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? 10,000 നിന്നൊരു 3,000 രൂപ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? അതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ഒരു പണിയും, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇത് വരച്ച് വെക്കാം. ഏതൊക്കെയാണ്? ഒരു ക്യാഷ് ബുക്കും വരച്ച് വെക്കാം. ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്ക്. ഇത് ഏത് കോളം മാത്രമേ ഉള്ളൂ? ക്യാഷ് ബുക്കിലെ ഏത് കോളം മാത്രമേ ഉള്ളൂ? ബാങ്ക് കോളം. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. പിന്നെ ഡേറ്റ് അങ്ങനെ പർട്ടിക്കുലർ LF ഒക്കെ ഉണ്ട്. തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല കുട്ടി. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. നിങ്ങളിങ്ങനെ ചോദിക്കരുത് സാർ അത് ക്യാഷ് അല്ലേ, അതിലെങ്ങനെ സാറ് 2 ക്യാഷ് എഴുതാമെന്ന് ചോദിക്കുമോ? ഇല്ല. വൈ? ഇത് ഏത് കോളാണ്?
ബാങ്ക് കോളാണ്. ഓക്കെ, യെസ്. എത്ര എമൗണ്ട് വരുന്നത്? 10,000. അതേപോലെ ഇത് ബാലൻസ് ചെയ്യാം അല്ലേ? ബാലൻസ് ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബൈ ബാലൻസ് ക്യാരിഡ് എത്രയാണ്? 10,000. ഇത് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് ബാലൻസ് അല്ലേ? സംശയം ചിലവർക്കും. അടുത്തേതാ? ക്യാഷ് ബുക്ക് കഴിഞ്ഞാൽ അടുത്ത് പാസ്ബുക്ക്. പാസ്ബുക്ക് അല്ലെങ്കിൽ ഇത് ആരുടെ അക്കൗണ്ടാണ്? AWHൻ്റെ അക്കൗണ്ട്. അങ്ങനെ പറഞ്ഞൂടെ? ഇതാരെ പ്രിപ്പയർ ചെയ്യുന്നത്? ബാങ്ക്. ഹെഡിങ്ങിലുണ്ട് ഇൻ ദി ബുക്സ് ഓഫ് SBI എന്നും ഇൻ ദി ബുക്സ് ഓഫ് AWH അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ എന്നുണ്ട്. ഓക്കെ, ഇത് പോസ്റ്റ് ചെയ്താൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ ക്യാഷ് എമൗണ്ട് 10,000 ബാലൻസ് ചെയ്യാം അല്ലേ? വേറൊന്നുമില്ല. 10,000 എഴുതി. ടു ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ഇതേത് ബാലൻസാണ്? നല്ലോണം ശ്രദ്ധിക്കണം. ആരുടെ പേഴ്സ്പെക്റ്റീവാണ്? ബാങ്കിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഇവിടെ എത്തുമ്പോൾ ബിസിനസ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറണം. ഒരേ സമയം നിങ്ങൾ 2 സ്ഥാപനങ്ങളിലെ അക്കൗണ്ടൻ്റായിട്ട് എന്ത് ചെയ്യണം? ചിന്തകൾ മാറി മാറി വരണം, അതർവൈസ് കൺഫ്യൂസ്. ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ക്ലിയർ? ചോദ്യമാണ്, there is no difference between ഞാൻ എഴുതാൻ സമയം തരട്ടെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ശരിയല്ലേ? നിലവിൽ എന്തില്ല? ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം വരുത്തണം. അപ്പോഴാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? BRSൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഒരു പോയിന്റ് മാഷി പറയണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ബോക്സിലിടേണ്ട ഒരു സാധനം പറയട്ടെ. ക്യാഷ് ബുക്കിൻ്റെ ഫേവറബിൾ ബാലൻസ് എന്നാ പറയുന്നത്. ഏതാ? ഫേവറബിൾ ബാലൻസ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുക. ക്യാഷ് ബുക്കിന് ഏത് ബാലൻസ് ഉണ്ടായതാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് ആണ് അല്ലേ? അല്ലേ? ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ഉണ്ടാവുമോ? ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ഉണ്ടാവുമോ? BRSന് പ്രത്യേകത ഉണ്ട്. ചെയ്യാൻ വളരെ സിമ്പിൾ സാധനം, പക്ഷെ ചിന്തിക്കാൻ ഒരുപാട് ഉണ്ട്. ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ കുറേ ഉണ്ടാവും, ചിന്തിക്കാൻ വല്ലാതൊന്നും ഇല്ല. മനസ്സിലായില്ലേ വ്യത്യാസം? ഓക്കെ, അപ്പോൾ ചിന്തകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു BRSൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി ആഡ് ലെസ് ഇത് ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇത് ചിന്തിച്ചിട്ട് എഴുതിയാൽ മതി പറയാം. പിന്നെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 10 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് 6-7 മിനിറ്റ് എന്ത് ചെയ്യാൻ ചിന്തിക്കാൻ മതി. 3 മിനിറ്റ് മതി എന്ത് ചെയ്യാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ചിന്തിക്കുമല്ലേ ഉള്ളൂ. ചോദ്യം മനസ്സിലായ? ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഡെബിറ്റാണ്. ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ഉണ്ടാവുമോ? ക്യാഷ് ബുക്ക് അസറ്റ് അല്ലേ? ക്യാഷ് അസറ്റ് അല്ലേ? ക്യാഷ് ലയബിലിറ്റി ആവുമോ? ഇല്ല. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഞാൻ പറയുന്നുണ്ട് ക്യാഷിന് എന്തുണ്ടാവും? ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കും. അപ്പം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പോയിൻ്റ്? ഹിയർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡബിൾ കോളം. ഏത് കോളം മാത്രമാണ്? ബാങ്ക് കോളം മാത്രമാണ്. ഇവിടെ ബാങ്കാണ് പറയുന്നത്. ബാങ്കിന് എന്തുണ്ടാവാം? ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവാം. അപ്പം അതിനൊരു പേര് പറയും. പറയാൻ പറ്റുമായിരിക്കുമല്ലോ? യെസ്, എന്താ പറയുക? ഓവർ ഡ്രാഫ്റ്റ്. മനസ്സിലായ? ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ അസറ്റ് അല്ലേ? അപ്പോൾ അത് ഏത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ്. 10,000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു 20,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 15,000 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതല്ലേ ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി.
10 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 15 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. അപ്പം 5 നിങ്ങളുടെ എന്തായി, ലയബിലിറ്റി. അതിന് പറയുന്ന പേരാണെന്ത്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ക്യാഷ് ബുക്കിന് ഏത് വരാം, ക്രെഡിറ്റ് വരാം. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് കോളാണ്, അല്ലാതെ ഏതല്ല, ക്യാഷ് ഇൻ ഹാൻഡ് അല്ല. ക്യാഷ് ഇൻ ഹാൻഡ് ഒരിക്കലും എന്ത് വരില്ല, ക്രെഡിറ്റ് വരില്ല. ഓക്കെ അല്ലേ? യെസ്. നെഗറ്റീവ് ക്യാഷ് വരുമോ നമ്മുടെ കയ്യിൽ? ഇല്ല. അപ്പോൾ നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കൊക്കെ എവിടെ എഴുതാം, ബാലൻസ് ഷീറ്റ് അസറ്റ്സിലല്ലേ. ആ ക്യാഷ് ഇൻ ഹാൻഡ് എപ്പോഴും എവിടെ തന്നെ വരുള്ളൂ, അസറ്റിൽ. ലയബിലിറ്റി ആവും നെവർ. അത് നെഗറ്റീവ് വരുമോ? എങ്ങനെ ക്യാഷ് നെഗറ്റീവ് വരിക? ഇല്ലല്ലോ. പക്ഷേ ക്യാഷ് അറ്റ് ബാങ്ക് ഡെബിറ്റ് ആണെങ്കിലാണ് ഏത് വരുള്ളൂ, അസറ്റ് ഉള്ളൂ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റാണ്. അപ്പോൾ നേരെ തിരിച്ച് എവിടെ, കറണ്ട് ലയബിലിറ്റിയിൽ എന്ത് പറഞ്ഞെഴുതും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞെഴുതും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഫേവറബിൾ ബാലൻസ് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ആണെങ്കിൽ പാസ്ബുക്കിന് എന്താവണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? പാസ്ബുക്കിന് അത് എന്താവും? നിങ്ങളെന്തെങ്ങനെ പറഞ്ഞാൽ അതല്ലേ എഴുതിയ അക്കൗണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ലേ, നിങ്ങൾക്ക് പ്രൂഫൊക്കെ കാണിച്ചു തന്നിട്ട് ഇവിടെ എഴുതിയിട്ടതല്ലേ, എന്നിട്ട് എന്തീ പറയത്ത്? പാസ്ബുക്കിന് ഏതാണ്, ക്രെഡിറ്റ് ബാലൻസാണ്. ഇനി അടുത്ത പോയിൻ്റ് ഏതാ, അൺഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ക്യാഷ് ബുക്ക്. അപ്പോഴും മനസ്സിലുണ്ടാവണം, ക്യാഷ് ബുക്കിൽ ഏത് കോളാണ്, ബാങ്ക് കോളാണ്. എന്ത് വരാം, ക്രെഡിറ്റ് വരാം. അതേപോലെ പാസ്ബുക്ക് നേരെ തിരിച്ചാവും അല്ലേ, എന്താവും? എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു ചെറിയ പോയിന്റ് പറയാൻ വിട്ടുപോയത്. AWHനെ എന്തുകൊണ്ടാണ് SBI ക്രെഡിറ്റ് ചെയ്തത്? ഇറ്റ്സ് എ ലയബിലിറ്റി അല്ലേ. ലയബിലിറ്റി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അഥവാ ഞാനിപ്പോൾ 1,00,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, ഫെഡറൽ ബാങ്കാണ് എൻ്റെ അക്കൗണ്ട്, അതിലേക്ക് 1,00,000 രൂപ വന്നാൽ അവരെന്നോട് എന്താണ്, ലയബിളാണ്. ഓക്കെ. നമ്മളത് ചിന്തിക്കാറില്ല. നമ്മൾ ബാങ്കിൽ പോയാൽ വല്ല ഗവൺമെൻറ് ഓഫീസിൽ പോയ പോലെ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, എങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ നിൽക്കാം, പെട്ടെന്ന് ചെയ്തു തരാനൊക്കെ എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ അല്ലേ? അവരുടെ തറവാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, പൈസ തരുന്ന പോലെയൊക്കെയാണ് ചില ആളുകളുടെ എന്താണ് ആറ്റിറ്റ്യൂഡൊക്കെ ചിലരുടെ. പ്രത്യേകിച്ച് SBI ബാങ്കൊക്കെ ഉണ്ടല്ലോ, വളരെ മോശം. മറ്റേ ദിലീപൻ പറഞ്ഞു തരും, മോശം വളരെ മോശം, ഭയങ്കര ഒരു വൃത്തിയായിട്ട ഡീലിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ അക്കൗണ്ടൊക്കെ ക്യാൻസൽ ചെയ്ത് അവിടെ ഉണ്ട്, ഇടയ്ക്ക് മെസ്സേജ് വരും, ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. ചെറിയ എമൗണ്ട് ഒന്നും ഉണ്ടായി. ഇനി പോയിട്ട് ഒരു ദിവസം എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം. ജോയിൻ്റ് അക്കൗണ്ട് അമ്മയുടെ പേരില്ല, അതാ പ്രശ്നമായി. ഞാൻ എന്നോ ഇതാക്കിയത്, ഞാനവിടെ 3 തവണ ആധാർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഉണ്ടോയെന്ന് ഓർമ്മയില്ല, ഞാൻ ഉറപ്പ് പറയണ്ട, 2 തവണ ഞാൻ ആധാർ കാർഡ് കൊണ്ടുപോയിട്ടുണ്ട്. ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരന്ന് അതിൻ്റെ കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ബോക്സിലിടാൻ പറഞ്ഞു. എന്നിട്ട് 8 പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് പോയി നോക്കി, അപ്പോൾ അവരെടുത്തിട്ട് എന്ത് ചെയ്തിട്ടില്ല. പിന്നെയും ഞാൻ എന്ത് ചെയ്ത്, അവർ പറഞ്ഞ പ്രകാരം അതിൽ കൊണ്ടിട്ടിട്ട് പിന്നെയും വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തിരുന്നു, ഞാൻ വേറെ ചൂടായി ഇറങ്ങി. എന്നിട്ട് വെറുതെ നമ്മൾ ചൂടായി നമ്മുടെ എനർജി കളയണ്ടല്ലോ. ഞാൻ എന്നിട്ട് ഫെഡറൽ ബാങ്കിലാണ് പിന്നെ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് പറയാം അവരുടെയൊക്കെ. യെസ്, പാസ്ബുക്കാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഈ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്, അപ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആകുമ്പോൾ ബാങ്കിന് അത് എന്തായി, അസറ്റായി. അസറ്റ്. അപ്പോൾ ഈ ക്യാഷ് ബുക്ക് ക്രെഡിറ്റും പാസ്ബുക്ക് ഡെബിറ്റ് ആകുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു MCQ സാധനമാണ് ഇത്. ഓക്കെ അല്ലേ? ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട, ഒരേ ഒരു സാധനം കാണാപ്പാടം പഠിച്ചാൽ എന്താണ്, ഫേവറബിൾ. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ്, അസറ്റ് അല്ലേ, ബാങ്കിൽ പൈസ ഉണ്ടാവുന്നതല്ലേ. അത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏത് ബാലൻസാണ്, ഡെബിറ്റ് ബാലൻസാണ്. നേരെ തിരിച്ചാകുമ്പോൾ അത് എന്തായി, ക്രെഡിറ്റായി. ഡെബിറ്റ് ആണെങ്കിൽ ഫേവറബിൾ ആണ്, ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ആണെങ്കിൽ എന്താ, അൺഫേവറബിൾ. പാസ്ബുക്ക് നേരെ തിരിച്ചു. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ തന്നെ വരയ്ക്കുമ്പോൾ കേട്ടോ. ഓക്കെ. ലെഫ്റ്റ് ഏതാണെന്ന് നമുക്കറിയാലോ, ഇൻ ദി ബുക്സ് ഓഫ് ഏതാ, AWH. റൈറ്റ് ഏതാ, ഇൻ ദി ബുക്സ് ഓഫ് SBI. ഇനി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, സെക്കൻഡ് ട്രാൻസാക്ഷൻ, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹3000.
ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ റെസ്പോണ്ട് ചെയ്യണേ ടു ഏതാ? ബാങ്ക്. എമൗണ്ട് 3000. അപ്പുറത്തെ എൻട്രി എന്താ? AWH അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 3000. ഓക്കെ, എന്താ സംഭവിക്കുക? ക്യാഷിൽ ഓൾറെഡി എത്ര ബാലൻസ് ഉണ്ട്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങോട്ട് എഴുതുക? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? ഡെബിറ്റിൽ. എന്ത് പറഞ്ഞെഴുതും? ടു ബാലൻസ് ബ്രോഡ് ഓൺ. എമൗണ്ട് എത്രയാണ്? 10,000. ഇവിടുത്തെ ഈ ക്യാരി ഡൗൺ ചെയ്ത സാധനം ഇങ്ങോട്ട് ബ്രോഡ് ഓൺ ചെയ്യും. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യാണ് ബാങ്കിൽ. ബൈ എന്തെഴുതും? ക്യാഷ്. എമൗണ്ട് 3000. ടോട്ടലി ഇതാ 10,000. ഇവിടെ എത്രയാണ്? 10,000. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ഞാൻ പറയണത്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഏത് കോളാണ് നമ്മൾ പറയുന്നത്? ബാങ്ക് കോളാണ്. അപ്പോൾ അതിൽ ബൈ ക്യാഷ് എന്നല്ല എഴുതാം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒരു 6-7 തവണ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയും, കുഴപ്പമില്ല, ചോദിച്ചോളൂ. എത്ര തവണ പറയാനും ഞാൻ എന്താണ് തയ്യാറാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതെൻ്റെ ഏതാണ്? AWH അല്ലേ? അവർക്ക് നമ്മളൊരു ലയബിലിറ്റി ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്നല്ല എഴുതാം. 10,000 അല്ല മക്കളെ. ഇനി വിഡ്രോ ചെയ്തപ്പോൾ ഇത് എൻട്രി എന്താ? AWH അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്രയാ? 3000. ബാലൻസ് ചെയ്ത് 10,000. ഇതൊന്നും ഇപ്പോൾ എക്സാമിനുള്ളതല്ല, ഇത് കുറേ ബേസിക് നോളജാണ്. ഓക്കെ, നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? BRS തരിക, അറിയാലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ടു ബാലൻസ് ഏതാണ്? അതിൻ്റെ ഒരു റൂട്ടാണ് ഞാൻ പറയുന്നത്. എത്ര എമൗണ്ടായി? 7,000. ഓക്കെ അല്ലേ? ഇവിടുത്തെ എമൗണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെ? 7,000. വ്യത്യാസമില്ലല്ലോ, സെയിം ആണ്. ഓക്കെ അല്ലേ? നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഏതാണ്? ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അങ്ങനെ കൂടെ എഴുതി വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? BRSൻ്റെ കാര്യം പറയാം. വ്യത്യാസം വരണ്ടേ? ഓക്കെ, അടുത്ത മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. എത്രാമത്തെ ട്രാൻസാക്ഷനാണ്? 3ാമത്തെ ട്രാൻസാക്ഷൻ. ഇതോടുകൂടെ നമ്മൾ ബേസിക് ഇൻട്രൊഡക്ഷൻ നിർത്തും. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പോൾ 7,000 അല്ലേ ഉള്ളത് ബാങ്കിൽ? ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആളുടെ പേര് എന്താ പറയുക? ആദ്യം നോക്കാം. ഓക്കെ, പേരെന്താ? ശബരി. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റ് പർച്ചേസ്. എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശബരി. അത് ഞാൻ ഇപ്പോൾ ഇതിൽ എഴുതുന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ ശബരി എന്നല്ലേ. ഈ ശബരിക്ക് എന്ത് ചെയ്യാണ്? സാധനം പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ കൊടുക്കുക. അപ്പോൾ എൻട്രി എന്താ? പൈസ എങ്ങനെ കൊടുക്കുന്നത്? ചെക്കായിട്ടാ. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ടു ആർക്ക്? ശബരി. ശബരി നമ്മുടെ ആരാ? ക്രെഡിറ്റർ. ഓക്കെ, ₹5,000. അക്കൗണ്ടൻ്റ് അപ്പം തന്നെ എന്ത് ചെയ്യും? എൻട്രി. ശബരിത ചെക്ക് തന്നു, കിട്ടിയില്ലേ? ഓക്കെ, ഞാൻ അക്കൗണ്ടൻ്റ്, ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു? എൻട്രി ചെയ്തു. എന്താ പറയും? ക്രെഡിറ്റർക്ക് പൈസ കൊടുത്താലുള്ള എൻട്രി ശബരി അക്കൗണ്ട് ഡെപ്റ്റർ. ശബരി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? ബാങ്ക്. എമൗണ്ട് എത്രയാ? 5,000. ഓക്കെ, എന്തുണ്ടാവുക? ഇതേതാണ്? ക്യാഷ് ബുക്ക്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഏത് കോളാ? ബാങ്ക് കോൾ. അതിൽ ബാലൻസ് ഏതാണ്? ഡെബിറ്റ് അല്ലേ? ടു ബാലൻസ് ബ്രോഡ് ഓൺ എത്രയാണുള്ളത് നിലവിൽ? 7,000. ഇത് പോസ്റ്റ് ചെയ്യണം അല്ലേ? ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തെഴുതും? ബൈ ശബരി. ബാങ്ക് അക്കൗണ്ടാണ് ഇത്. സത്യത്തിൽ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടാണ്? ബാങ്ക് അക്കൗണ്ട്. ബൈ ശബരി. എത്ര എമൗണ്ട്? 5,000. 7,000 എഴുതി, 7,000 എഴുതി. ഇനി ബാങ്കിൽ എത്രയേ ഉള്ളൂ എന്നാണ് നമ്മുടെ അവകാശവാദം. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എത്രയേ ഉള്ളൂ? 2,000. ഇത് ഏത് ബാലൻസാണ്?
ഡെബിറ്റ് തന്നെ അല്ലേ, ഡെബിറ്റ് ബാലൻസ് ആണ്, ഫേവറബിളാണ്. എന്നാൽ ഈ ചെക്ക് എന്തുവരെ എത്തിയിട്ടില്ല ഇതുവരെ, ബട്ട് ഇതിവിടെ തന്നെ എഴുതുന്നുണ്ട്, ചെക്ക് നോട്ട് പ്രസൻറ്റഡ് ഫോർ കളക്ഷൻ. ആരാ കളക്ട് ചെയ്യേണ്ടത്? ശബരി. ശബരി ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ ഓൻ്റെ ഓഫീസിൽ വെച്ചു. നമ്മുടെ കൺസെപ്റ്റ് എന്താ? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, ഓൻ അവിടെ പോയിട്ട് അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കളക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എങ്ങനെ AWHൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പാസ്ബുക്ക് എന്ന് പറഞ്ഞൂടെ അല്ലേ? ഈ പാസ്ബുക്കിൽ എന്താവും സ്റ്റാറ്റസ്? ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ 7000 ഉണ്ടാവില്ലേ? അവരെ എൻട്രി എഴുതുമോ? അവരെ നമുക്ക് കുത്തിപ്പിടിച്ച് എഴുതാൻ പറ്റുമോ? നിങ്ങൾ എന്ത് പണി ചെയ്ത്? ഞാൻ ശബരിക്ക് എന്ത് ചെയ്ത്? ചെക്ക് ഇഷ്യൂ ചെയ്തല്ലേ? നിങ്ങളപ്പോൾ ബാങ്കിൽ നിന്ന് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് ചൂടാവാൻ പറ്റുമോ? ഇല്ല. ഇതേത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? 2000 പിന്നെ എത്രയാണ്? 7000. ഓക്കെ, ദർ ഈസ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഹൗ ടു കറക്റ്റ് ഓർ ഈക്വലൈസ് ദിസ് ഡിഫറൻസ്. അല്ലെങ്കിൽ ചോദിക്കാം വൈ ദ ഡിഫറൻസ്. ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ അതാ, വൈ ദ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് എന്നാണ് ചോദ്യം. വൈ ദ ഡിഫറൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഇവിടെ എന്തായിരുന്നു സിറ്റുവേഷൻ? എന്തായിരുന്നു ആൻസർ? എൻ്റെ ആൻസർ പറയും. ചെക്ക് എന്ത് ചെയ്തു? ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് അല്ലെങ്കിൽ കളക്റ്റഡ് ഫ്രം എവിടുന്ന? ബാങ്ക്. ബൈ ആര്? ക്രെഡിറ്റർ അല്ലെങ്കിൽ ശബരി. ശബരി ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, കളക്ട് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? യാ. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടു നോ ദ ഡിഫറൻസ് we will prepare a statement known as എന്താ പറയാ? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാരെ പ്രിപ്പയർ ചെയ്യുക? ബാങ്കാണോ AWH ആണോ? AWH. ബാങ്കിന് ഇതിൽ എന്തില്ല? ഒരു റോളുമില്ല. ഞാൻ ചോദിക്കട്ടെ വേറൊരു സാന്ദർഭികമായിട്ടൊരു കാര്യം. ബാലൻസ് ഷീറ്റില്ലേ, ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എമൗണ്ട് ഏതാ? അസറ്റായിട്ട് ക്യാഷ് ഇൻ ഹാൻഡായിട്ട് കാണിക്കേണ്ട എമൗണ്ട് ഏതാ? 2000 ആണോ 7000 ആണോ? ശരിക്കുള്ളത് എത്രയാണ്? നമ്മുടെ ബാങ്കിൽ ശരിക്കും ജനുവനിലുള്ള 7000 അല്ലേ? 6000. ബാങ്കിൽ ശരിക്കും എത്ര ഉള്ളത് ഇപ്പോൾ? 7000 അല്ലേ? ഈ 5000ൻ്റെ ചെക്ക് ശബരി കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്താലല്ലേ ഇന്ന് കുറയുള്ളൂ അല്ലേ? അപ്പം നമ്മളിവിടെ കാണിക്കേണ്ട ക്യാഷ് ഇൻ ഹാൻഡ് ഏതാ? 7000 ആണോ? അല്ല, എത്രയാ? 2000. നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡബിൾ എൻട്രി കറക്റ്റ് ആവണ്ടേ? നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കാണിക്കേണ്ട എമൗണ്ട് ഏതായിരിക്കും? 2000 ആയിരിക്കും. ഓക്കെ അല്ലേ? പക്ഷെ സങ്കടപ്പെടണ്ട. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ശബരി പോവും. എന്നിട്ട് ശബരി എന്ത് ചെയ്തോളും? ബാങ്കിൽ നിന്ന് 7000 ഉള്ള അക്കൗണ്ടിൽ നിന്ന് 5 രൂപ വിഡ്രോ ചെയ്താൽ എത്രയാവും? അതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഏത് ഡിഫറൻസാ? ടൈമിംഗ് ഡിഫറൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട? ബോധരാവണ്ട, അത് ശരിയാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കാണിക്കുക ഏത് പ്രകാരമുള്ള സാധനമാണ്? ക്യാഷ് ബുക്ക് പ്രകാരമുള്ളത്. എന്തേ കൺഫ്യൂസ്ഡ് ആവണ്ട? ക്യാഷ് ബുക്ക് പ്രകാരമുള്ളതാണ് ഇവിടെ കാണിക്കുക. അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ടു നോ ദ ഡിഫറൻസ് യു വിൽ പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് നോൺ ആസ് BRS. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗം അല്ല. ഓക്കെ അല്ലേ? അത് പ്രത്യേകം നോട്ട് ചെയ്യണം.
അതോ ഡെബിറ്റും ക്രെഡിറ്റിനും ഇവിടെ യാതൊരു എന്തുമില്ല, റോളുമില്ല. നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമാവെന്ന് പറയുമ്പോൾ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ്, പി എൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റാണോ? ജേണൽ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലേ, ലെഡ്ജർ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലേ, ട്രയൽ ബാലൻസ് പാർട്ടല്ലേ, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പാർട്ടാണ്, സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്താണ്, അതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇതെന്തല്ല, അതിൻ്റെ ഭാഗമല്ല. ഇറ്റ്സ് ഓൺലി എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് ഏതാണ്, പാസ് ബുക്ക്. അത് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിത്തരാം. അപ്പോൾ ഞാൻ BRS പോകണം. എങ്ങനെയാണ് BRS പ്രിപ്പയർ ചെയ്യേണ്ടത് പറയട്ടെ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യട്ടെ. ഇതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, BRS ഫുള്ളായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം, ഷോർട്ടാക്കണ്ട. ആദ്യം ഞാൻ എഴുതുന്നു ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ശ്രദ്ധിക്കണം കേട്ടോ, അതാരെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി ഏത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേ മറ്റേ പരിപാടി കഴിഞ്ഞ്, ഏത് ഇൻ ദി ബുക്സ് ഓഫ് ബാങ്ക് AWS ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് കോമണാണ്. ഞാൻ ആരുടെ ബുക്സിലുള്ളത് മൊത്തം ഇൻ ദി ബുക്സ് ഓഫ് AWH. അത് നോട്ട് ചെയ്യണം. BRS വേണമെങ്കിൽ എഴുതാം, ഇൻ ദി ബുക്സ് ഓഫ് AWH. അത് അക്കൗണ്ട് ഹോൾഡർ. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 2000 എഴുതി. ഓക്കെ അല്ലേ, ക്ലിയർ? ഇനി നമ്മുടെ സിറ്റുവേഷൻ എന്താ? ഇവിടുത്തെ ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബട്ട് നോട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്യാൻ? നമ്മൾ ചെക്ക് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റർക്കാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഓർ കളക്റ്റഡ് ബൈ ആര്? ശബരി അല്ലെങ്കിൽ ക്രെഡിറ്റ്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇനി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരട്ടെ, ഇതുപോലെ പിടി. റൈറ്റ് ഹാൻഡ് എപ്പോഴും ഏതാണ്? ക്യാഷ് ബുക്കായിട്ടും ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ഏതാണ്? പാസ്ബുക്കായിട്ടും മനസ്സിലാക്കിയില്ലേ? ഇപ്പോൾ ഈക്വലാണ്. നിലവിൽ ഈക്വലാവുന്ന സമയത്ത് ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതാ എന്താ എൻട്രി? ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ഇവിടുത്തെ എൻട്രി എഴുതി ഉണ്ടല്ലോ. എന്താ? ശബരി അക്കൗണ്ട് അപ് ടു ബാങ്ക്. അതിൻ്റെ മീനിങ് എന്താണ്? ഏതെന്ന് കുറയും? ബാങ്കിൽ നിന്നാണോ കുറയും? ബാങ്ക് ടു ബാങ്ക് എന്ന് എഴുതിയാൽ ബാങ്കിൽ നിന്ന് കുറയുമെന്ന് വിചാരിക്കരുത്. ചില കുട്ടികൾ അങ്ങനെ പറയും. നിങ്ങളിവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടിങ് എൻട്രി ഇടാൻ പറ്റുമോ? നിങ്ങളുടെ കൺട്രോളിലുള്ളത് ഏത് മാത്രമാണ്? ബിസിനസ് അല്ലേ? അപ്പോൾ ബിസിനസ്സിലെ ബാങ്ക് എന്ന് ഉദ്ദേശിച്ച് ഏതാണ്? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയും. കുറച്ചുള്ളൂ ക്യാഷ് ബുക്ക് റേറ്റ് അല്ലേ? കുറച്ചു. ഇത് ഈക്വലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഏതാ? ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഏതാ? ബാലൻസ്. സ്റ്റാർട്ടിങ് പോയിൻ്റ് പറയുമ്പോൾ ഇത് തുടങ്ങുന്നതാ, ഇതാണ് ഉദ്ദേശിച്ചത്. ബാലൻസ് ആസ് പെർ ഏതാണ്? ക്യാഷ് ബുക്ക് 2000 അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ഏതിൻ്റെ കൂടെ? ക്യാഷ് ബുക്കിൻ്റെ കൂടെ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയട്ടെ, ഈക്വലാണ്. ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, ക്രെഡിറ്റർക്ക് പൈസ കൊടുത്തപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എൻട്രി എഴുതി. വേണമെങ്കിൽ എൻട്രി ആലോചിക്കാം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, അപ്പോൾ ബാങ്ക് എഴുതിയപ്പോൾ എന്ത് ചെയ്തു? ക്യാഷിന് എന്ത് ചെയ്തു? കുറഞ്ഞില്ലേ? ഓക്കെ, ഈക്വലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പാസ്ബുക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അല്ല, കിട്ടൂലേ? നിങ്ങൾ പിന്നെ ഓൾറെഡി കിട്ടിയായിരുന്നു, ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര എമൗണ്ട് വരിക? 5,000 അല്ലേ? അങ്ങനെ കിട്ടുന്ന എമൗണ്ടില്ലേ 7,000, ഇത് ഏതായിരിക്കും? ബാലൻസ് ആസ് പെർ ഏതായിരിക്കും? പാസ്ബുക്ക്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ എഴുതേണ്ടത്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇതേ സാധനം തന്നെ നമുക്ക് എവിടെയും തുടങ്ങാം. BRS മറ്റൊരു ഇതിലും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? BRS സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണ്? ബാലൻസ് ആസ് പെർ ഏതാണ്? പാസ്ബുക്ക്. എമൗണ്ട് 7,000. ഇവിടെ ആഡ് ചെയ്ത സാധനം എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ലെസ് ചെയ്യേണ്ടി വരും. ചെക്ക് ഇഷ്യൂഡ് ഞാൻ എഴുതുന്നില്ല, നിങ്ങളാണ്ട് എഴുതിയാൽ മതി.
5,000. ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 2,000. ഇതാണ് എന്ത്? ബാലൻസ് ആസ് പെർ ഏത് പ്രകാരം? ക്യാഷ് ബുക്ക് പ്രകാരം. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. സത്യത്തിൽ ഇവിടെ 4 ലേണിംഗ് ഒബ്ജക്റ്റീവാണ് ഉള്ളത്. എത്രണ്ണ? 4 4ഉം 5 ആക്കാം. ഓക്കെ അല്ലേ? എത്ര? 5 ലേണിംഗ് ഒബ്ജക്റ്റീവ്. ക്ലിയർ? അതിൽ എങ്ങനെയാണ് 5 ലേണിംഗ് അഥവാ 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഓക്കെ, എഴുതി വെക്കേണ്ട ഇവിടെ. There are 5 types of question we can expect from this BRS. Number 1, 1 2 ഇപ്പോൾ നമ്മൾ ചെയ്തു. ബാലൻസ് ആസ് പെർ ഏതാണ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിൻ്റിലാണ് പണി അല്ലേ? ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതായിരിക്കും? ആസ് പെർ ഏതായിരിക്കും? ക്യാഷ് ബുക്ക്. അങ്ങനത്തെ പറയാം. ഓക്കെ അല്ലേ? അത് ഏത് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. അതാണ് അടുത്ത. രണ്ടാമത്തെ ഏതാണ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതായിരിക്കും? ആസ് പെർ ഏതായിരിക്കും? പാസ്ബുക്ക്. ഏതാ ബാലൻസ് വരിക? ക്രെഡിറ്റ്. ഇനി അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. മൂന്നാമത്തെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്തായിട്ട് വരും? പറയും. ആസ് പെർ ഏത് തന്നെയാണ്? ആസ് പെർ ക്യാഷ് ബുക്കാണ്. ഓക്കെ, ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ്. അതിന് നമ്മൾ എന്താ പറയുക? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഇനി അടുത്ത നാലാമത്തെ ഞാൻ പറയണ്ടല്ലോ. എങ്ങനെ? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏത് വെച്ച് തുടങ്ങും? ആസ് പെർ ഏതാ? പാസ്ബുക്ക്. ഏത് ബാലൻസാണ്? ഡെബിറ്റ് അല്ല, ക്രെഡിറ്റ് അല്ല, ഏതാ? ഡെബിറ്റ്. നമുക്ക് പറയാം അതെന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. ക്ലിയർ അല്ലേ? ഒരു സാധനം കൂടെ പറയാനുണ്ട്. അഞ്ചാമത്തെ BRS വിത്ത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. ഏതാണ്? അഡ്ജസ്റ്റഡ് ക്യാഷ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ചെയ്യൽ എങ്ങനെ? അല്ല, ആദ്യം ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ബാലൻസ് എടുത്തിട്ട് BRS പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഇതില്ലേ ഇവിടെ ചെയ്തിട്ടുണ്ടോ? അപ്പം ഇങ്ങനെ 5 ടൈപ്പാണ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? അത് നമുക്ക് ചെയ്യാം. ചോദിച്ചാണ് ഞാൻ. ഓക്കെ അല്ലേ? ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതാണ്. നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ടൈപ്പിലാണ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം? പഠിക്കാനുള്ളത്. ഈ ലാസ്റ്റ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി തന്നിട്ട് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കും. എന്താണ് BRSൻ്റെ മീനിങ് പറയട്ടെ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ ഓർ ബിസിനസ് എന്ന് പറയാം. എന്തിനാ? ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെ? ക്യാഷ് ബുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. പ്രിപ്പയർഡ് ബൈ പ്രിപ്പയർഡ് ചെയ്യാം? ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ബൈ ബാങ്കാണ്. ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ബൈ എന്തെങ്കിലും ഈ പറഞ്ഞു. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക? ബാങ്കാണ്. ബിസിനസ്. ഓക്കെ. ആൻഡ് ഏതാ? പാസ്ബുക്ക് പ്രിപ്പയർഡ് ബൈ ബാങ്ക്. ഇതാണ് നമ്മുടെ ഏതിൻ്റെ ഡെഫിനിഷൻ? BRSൻ്റെ. പറഞ്ഞേ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ ഓർ ബിസിനസ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതിയെടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം? കുറേ ക്വസ്റ്റ്യൻ ചെയ്തിങ്ങനെ പോവാം.